ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ധാവണി സെറ്റാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ചിന്നുവും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് വേഗം ഇന്നത്തെ കളക്ഷൻസ് കാണാം. നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന ധാവണി ഇതാണ് കേട്ടോ. ഫുള്ളായിട്ടും ടിഷ്യൂല് ഭയങ്കര ഹെവി ആയിട്ട് നല്ല റിച്ച് ലുക്ക് തരുന്ന സെറ്റ് തന്നെയാണ് വരുന്നത്. ഫുള്ളും ടിഷ്യൂല് തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു ഗോൾഡൻ കര വരുന്നുണ്ട്. അത് നമുക്ക് സ്കേർട്ട് കാണാം. സ്കേർട്ടിൽ ഇതുപോലെ ഒരു കോമ്പിനേഷൻ അതിന് കൊടുക്കുന്നത് ഒരു ടീ ബ്ലൂ ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡാണ് അതിന് വരുന്നത്. നല്ല ഭംഗിയായിട്ടും ഹെവി ആയിട്ടും സ്കാറ്റേഡ് ആയിട്ട് ബോർഡറിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കര ഇതുപോലെ തിക്കായിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഒരു ഗോൾഡൻ ഷെയ്ഡിന്റെയും ആ ഒരു ടീ ബ്ലൂ ഷെയ്ഡിന്റെയും കൂടെ കോമ്പിനേഷനിൽ ഇതുപോലെ തിക്കായിട്ടൊരു ബോർഡർ പോലെ വരുന്നുണ്ട്. ദെൻ ഇതുപോലെ സ്കേർട്ടിലെല്ലാം സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു സെയിം പാറ്റേൺ തന്നെ വരുന്നുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് അത് കൊടുക്കുന്നത്. ഇതിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് നല്ല ഫ്ലെയർ ആയിട്ടാണ് സ്കേർട്ട് വരുന്നത് കേട്ടോ. നല്ല ഫ്ലെയർ ആയിട്ട് തന്നെയാണ് വരുന്നത്. സ്കേർട്ട് റെഡി ടു വെയർ ആണ്. സ്റ്റിച്ച്ഡ് ആണ് സ്കേർട്ട് വരുന്നത്. ഇതിന്റെ ആ രണ്ട് എൻഡ് മാത്രം ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് അടിച്ചു വിട്ടാൽ മതി. ബാക്കിയെല്ലാം സ്റ്റിച്ചഡ് ആയിട്ടാണ് റെഡി ടു വെയർ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ സ്കേർട്ടിന്റെ ഇവിടെ ടൈ ചെയ്യാനായിട്ട് ഉണ്ട്. ഇത് കണ്ടോ, അതിന്റെ എൻഡിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഇതുപോലെ ഹാങ്ങിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ താഴേക്കും മേലേക്കും ആയിട്ടോ അല്ലെങ്കിൽ ഒരുപോലെയോ എങ്ങനെയോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ്സ് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഈ ഷോൾ വരുന്നത് ഇതുപോലെ സെയിം പാറ്റേൺ തന്നെ ഷോളിലും വരുന്നു. രണ്ട് സൈഡിലും ഗോൾഡൻ കര വരുന്നുണ്ട്. അതുപോലെ ചെറിയ ചെറിയ പാറ്റേൺ ഇതുപോലെ അതിനകത്തും വരുന്നുണ്ട്. പ്ലീറ്റ്സ് ഒക്കെ ഇട്ടാൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇതുപോലെ ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. സ്ലീവിൽ നമുക്കിങ്ങനെ കിട്ടും. എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു അത്ര ഒരു പെർഫെക്ഷൻ വരത്തില്ല. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ബ്ലൗസിന്റെ സ്ലീവ് എൻഡിലും നമുക്ക് ആ ഒരു ഫ്രോക്കിൽ സ്കേർട്ടിൽ വരുന്ന ആ സെയിം പാറ്റേൺ തന്നെ കൊടുക്കാൻ പറ്റും. ഇതൊരു സെമി സിൽക്കാണ് ഫാബ്രിക് വരുന്നത് കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയാണ്. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ലുക്ക് വരുന്ന സെറ്റ് തന്നെയാണ്. പ്രൈസ് വരുന്നത് 2860 കേട്ടോ. പ്രൈസ് ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. നമുക്ക് സ്ക്രീനിൽ ഉണ്ടാവും. നിങ്ങൾ അത് ചെക്ക് ചെയ്താൽ മതി. കാരണം എല്ലാത്തിൻ്റെയും പ്രൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്താണേലും സ്ക്രീനിൽ പ്രൈസ് ഉണ്ടാവും. അത് ഫോളോ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കോമ്പിനേഷൻ. നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഫുൾ ടിഷ്യൂല് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നില്ല. ഇതിനകത്ത് സെൽഫ് ആയിട്ട്, അതായത് ഗോൾഡൻ ഷെയ്ഡിന്റെ തന്നെ കോമ്പിനേഷൻ ആണ് ഇതിനകത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഹെവി ആയിട്ട് ആ ബോർഡറിൽ ഒരു ഗോൾഡന്റെ ആൻഡ് ഗോൾഡന്റെ ജെറി കൊണ്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. ഭയങ്കര ഹെവി ആണ് കേട്ടോ വരുന്നത്. കണ്ടോ, അതുപോലെ തന്നെ ഇവിടം വരെ ഈ മേലെ വരെ ഇതുപോലെ ആ ഒരു ചെറിയ ചെറിയ ആ ഒരു പാറ്റേൺ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലെയർ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും ഫ്ലെയർ ആയിട്ടാണ് സ്കേർട്ട് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ്ങിൽ ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും ആ ഒരു ഹാങ്ങിങ്സ് വരുന്നു. ഇതാണ് അതിന്റെ ഹാങ്ങിങ്സ് കൊടുക്കുന്നത്. ഇവിടെ ഓപ്പൺ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി, സ്റ്റിച്ച് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഇതിനകത്ത് ബ്ലൗസ് പീസ് എല്ലാം ആ ഒരു സെയിം ടോണിലേക്കാണ് വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. അതിനകത്ത് കുഞ്ഞു ആ ഒരു പാറ്റേൺ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, വർക്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഷോള് വരുന്നതും ഇതാ ഇങ്ങനെ തന്നെ സെയിം പാറ്റേൺ ഷോളിലും വരുന്നു. ഇതുപോലെ ഇതിന്റെ എൻഡിൽ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല ഭംഗിയായിട്ട് ടാസിൽസ് ഹെവി ആയിട്ട് കൊടുക്കുന്നുണ്ട്. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കുവേ. നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു കോൺട്രാസ്റ്റ് ബേസിൽ തന്നെയാണ്. ഈ പ്രാവശ്യം നമുക്ക് ഒരുപാട് എൻക്വയറി വന്ന് ഈ ഒരു ഐറ്റത്തിനായിരുന്നു കേട്ടോ. ഇതുപോലെ ടിഷ്യൂവിൽ തന്നെ വരുന്നു. ഇതിനകത്ത് കോൺട്രാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ആ ഒരു ബ്ലൂ ഷെയ്ഡാണ്, നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ. അതാ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ ഒരു ഗോൾഡൻ കളറിന്റെയും ബ്ലൂ ഷെയ്ഡും കൂടെ കോമ്പിനേഷൻ ആണ് അതിനകത്ത് വരുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ ഫുൾ ടിഷ്യൂല് തന്നെയാണ് വരുന്നത്. ഇതിനകത്തും ഹാങ്ങിങ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ടിഷ്യൂല് തന്നെ ആ ഒരു രണ്ട് കോമ്പിനേഷൻ, ഗോൾഡൻ കളറും ബ്ലൂ കളറും കുഞ്ഞു ചെറിയൊരു ഫ്ലവറിന്റെ ഒക്കെ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇതിന്റെ ഷോള് വരുന്നത് നല്ല ഭംഗിയാട്ടോ. ഇത് കണ്ടോ, ഒരുപാട് എൻക്വയറി വന്ന് നമുക്ക് ഈ പ്രാവശ്യം ഇതിനായിരുന്നു. ഇത്ര നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് ഇതിന്റെ ഷോൾ വന്നത്. അതിന്റെ സൈഡിൽ കൂടെ എല്ലാത്തിന്റെ കോർണറിൽ മാത്രം ഇതുപോലെ ആ ഒരു ഹാങ്ങിങ്സ് നമ്മുടെ സ്കേർട്ടിലുള്ള പോലെ കുഞ്ഞു ഹാങ്ങിങ്സ് ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വരും. അതിനകത്തും ആ ഒരു എന്താ പറയാ കോമ്പിനേഷൻ ആ ഒരു ബ്ലൂവിന്റെയും ഗോൾഡൻ കളറിന്റെയും വരും. അപ്പോൾ കോൺട്രാസ്റ്റ് വരുമ്പോൾ വേറൊരു ഭംഗിയാണ് അതിന്. ഇപ്പൊ സെൽഫായിട്ടുള്ളത് ഉള്ളവരുണ്ടാവും, കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടാവും. ഇത് വരുമ്പോൾ വേറൊരു ഭംഗിയാണ് അതിന്. നല്ല രസമാണ് കാണാൻ. നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു കളർ ഷെയ്ഡും കൂടി ആയതുകൊണ്ട് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാം ബ്ലൗസും സ്കേർട്ടും ടിഷ്യൂല് തന്നെയാണ് വരുന്നത്. ഇതൊരു സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ. സിൽക്ക് മീൻസ് ഒരു ജോർജറ്റിന്റെ ഒക്കെ പോലത്തെ ഫാബ്രിക്, വെയിറ്റ് ഇല്ലാത്ത നല്ലപോലെ ഒതുങ്ങിയിരിക്കുന്ന ഫാബ്രിക് തന്നെയാണ് വരുന്നത്. അതിന്റെ സൈഡിൽ ഇതുപോലെ ആ ഒരു ബോർഡർ, ടിഷ്യൂവിന്റെ തന്നെ ബോർഡർ കൊടുക്കുന്നുണ്ട്. കോർണറിലെല്ലാം ഇതുപോലെ ഹാങ്ങിങ്സും കൊടുക്കുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം.
നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂവിൽ തന്നെയാണ് വരുന്നത്. സ്കേർട്ടിന്റെ ആ ഒരു പാറ്റേൺ എല്ലാം സെയിം തന്നെ വരുന്നത്. ഇതിന്റെ വർക്കിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇതിനകത്ത് കോമ്പിനേഷൻ കൊടുക്കുന്ന ഒരു ഗ്രീൻ ആണ് കേട്ടോ. ഇതായത് കണ്ടോ, ആ ഒരു പാറ്റേണിൽ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഗോൾഡൻ കളറും ഗ്രീൻ ഷെയ്ഡുമാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത്. നല്ല ഫ്ലെയർ ആയിട്ടുള്ള സ്കേർട്ട് തന്നെയാണ് വരുന്നത്. ഇതുപോലെ വരും. ഇവിടം വരെ നമുക്ക് ഈ ഒരു പാർട്ട് വരെ നമുക്കത് കയറിയിട്ട് സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഹാങ്ങിങ്സ് ഇതാ ഇതുപോലെ നല്ല രസമാണ് കാണാനായിട്ട്. ഇതുപോലെ രണ്ട് ഹാങ്ങിങ്സ് വരുന്നുണ്ട്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെയാണ്. ബ്ലൗസ് പീസിൽ വരുന്ന പാറ്റേൺ ഇങ്ങനെയാണ്. ബ്ലൗസ് പീസും ഫുൾ ടിഷ്യൂവിൽ തന്നെയാണ് വരുന്നത്. അതിനകത്തും ഗോൾഡൻ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിന്റെ ഷോള് വരുന്നത് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ വരും. ആ ടിഷ്യൂവിന്റെ ബോർഡർ വരും. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഗ്രീനിന്റെയും ഗോൾഡന്റെയും കളർ ഷെയ്ഡ് വന്നപ്പോൾ കണ്ടോ, നല്ല സൂപ്പർ അല്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് അതിന്റെ ഷോള് വരുന്നത്. ജസ്റ്റ് വെച്ചതേ ഉള്ളൂ കേട്ടോ. എല്ലാത്തിന്റെയും കോർണറിൽ ഇതുപോലെ ആ ഒരു ഹാങ്ങിങ്സ് വരുന്നുണ്ട്. എങ്ങനെയാണ് നെക്സ്റ്റ് സെറ്റ് വരുന്നത്, എങ്ങനെയായിരിക്കും നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. സ്കേർട്ടിനകത്ത് ഇതുപോലെ നമുക്ക് എംബ്രോയിഡറി വർക്ക് ഒന്നും അല്ല വരുന്നത്. ഇതിനകത്ത് ജസ്റ്റ് ഒരു പാച്ച് ആയിട്ട് ഒരു ബോർഡർ ആയിട്ട് ഇതുപോലെ ഒരു അജ്രക്ക്, നമുക്ക് ഈ പ്രാവശ്യം കുറെ അജ്രക്കിന്റെ ഒക്കെ ഒരു പാറ്റേണിൽ വരുന്ന ഒരു ബോർഡർ ആണ് കൊടുക്കുന്നത് കേട്ടോ. എൻഡിൽ ഇതുപോലെ നമുക്ക് ആ കസവ് ബോർഡർ വരുന്നുണ്ട്. സെക്കൻഡ് ബോർഡർ ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഒരു ബ്ലൂവിന്റെയും ഒരു മെറൂൺ ആൻഡ് ചിക്കു കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. സ്കേർട്ട് ഇതുപോലെ തന്നെ റെഡി ടു വെയർ ആണ് വരുന്നത്. ട്രൈ ചെയ്യാനുള്ളത് അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ സ്കേർട്ട് വരുന്നു. ബ്ലൗസ് വരുന്നത് ആ സെയിം പാച്ച് തന്നെയാണ് ബ്ലൗസ് അവിടെ കൊടുക്കുന്നത്. ഒരു സെമി സിൽക്ക് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഷോള് വരുന്നത് ഇങ്ങനെ. ഷോളിന്റെ ബോർഡർ എല്ലാം ആ ഒരു സെയിം തന്നെ വരുന്നു. സ്കേർട്ടിൽ വരുന്ന ആ സെയിം പാറ്റേൺ തന്നെ ബോർഡർ ആയിട്ട് ഷോളിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗോൾഡൻ കരയും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സെറ്റ് വരുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമ്മൾ കാണുന്നത് സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ് കേട്ടോ കാണാൻ പോകുന്നത്. സ്കേർട്ടും ടോപ്പും ആണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടണിലാണ് വരുന്നത്. നല്ല പ്യുവർ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത്. സൈഡിൽ ചെറിയൊരു ബോർഡർ വരുന്നുണ്ട്. ഈ ബോർഡറിനോട് കോമ്പിനേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ ടോപ്പ് വരുന്നത്. ദെൻ ഇതുപോലെ ആ ഒരു ഗോൾഡൻ കര വരുന്നു. പിന്നെ ഒരു മെറൂൺ ഷെയ്ഡിന്റെ ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് മേലെ വരെ കയറി വരുന്നുണ്ട്. ഇതാണ് സ്കേർട്ട് വരുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറോട് കൂടിയിട്ട് തന്നെയാണ് സ്കേർട്ട് വരുന്നത്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലുമാണ് വരുന്നത്. ടൈ ചെയ്യാനായിട്ട് ഡോറീസ് അവൈലബിൾ ആണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ സൈസ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ സ്കേർട്ട് വരുന്നത്. ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും. നിങ്ങളുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഒരു ബ്ലാക്കിന്റെയും ഒരു ഓഫ് വൈറ്റ് കളറിന്റെയും മെറൂൺ കളറിന്റെയും കോമ്പിനേഷൻ ആണ് വരുന്നത്. നെക്കൊക്കെ ചെറിയൊരു വി നെക്ക് പോലത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ സൈസ് ഇപ്പോൾ ഞാൻ കാണിച്ച സൈസ് സ്മോൾ സൈസ് ആണ്. സ്മോളും ലാർജും സൈസ് എക്സലും നമുക്ക് സൈസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 1390 ആണ്. നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റേഞ്ചിൽ വരുന്ന സ്കേർട്ട് ആൻഡ് ടോപ്പ് പാറ്റേൺ ആണ് വരുന്നത്. ഇതിനകത്ത് സ്കേർട്ട് റെഡിമെയ്ഡ് ആണ്, നമുക്ക് സ്റ്റിച്ച് ചെയ്തതാണ് വരുന്നത്. ബ്ലൗസ് അൺസ്റ്റിച്ചഡ് ആണ് വരുന്നത് കേട്ടോ. നമുക്കത് കാണാം. ഇതുപോലെയാണ് വരുന്നത്. സ്കേർട്ട് വരുന്നത് ഇതുപോലെ അത്യാവശ്യം ഫ്ലെയർ ആയിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡന്റെ തന്നെ ഒരു ബോർഡർ, ഇതുപോലെ വീതിയിൽ ഒരു ബോർഡർ വരുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെയാണ് സ്കേർട്ട് വരുന്നത്. ബാക്കി സിമ്പിൾ ആയിട്ട് അതായത് വർക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ എംബ്രോയിഡറി വർക്കോ അങ്ങനെ ഒന്നും വരുന്നില്ല. പ്ലെയിൻ ആയിട്ട് തന്നെയാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇതിനോട് പെയർ ചെയ്ത് ടോപ്പ് വരുന്നത് ഇതാണ്. മണിപ്പൂരി സിൽക്കിൽ അജ്രക്കിന്റെ പ്രിന്റുകളുമായിട്ട് വരുന്ന ഇങ്ങനെയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇതാണ് ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് 570 മാത്രമാണ് കേട്ടോ. 570 രൂപയാണ്. അപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നമ്മൾ കൊണ്ടുവന്നതേ ഉള്ളൂ. നമുക്കൊരു വൺ ടൈം യൂസിന് മാത്രം ഉള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാനൊക്കെ നല്ലതാണ്. നെക്സ്റ്റ് എല്ലാത്തിൻ്റെ സ്കേർട്ട് സെയിം ആണ്, ഒരേപോലെ തന്നെ വരുന്നു. ആ ഒരു ടോപ്പിന്റെ മാത്രം കളർ ചേഞ്ച് വരുന്നുണ്ട്. ഇത് ബ്ലാക്ക് ആണ് വരുന്നത്. ബ്ലാക്ക്, ബ്ലൂ, മെറൂൺ എല്ലാം ചിക്കും എല്ലാം വരുന്നുണ്ട്. സെക്കൻഡ് ഷെയ്ഡ് വരുന്ന ഇതാണ്. തേർഡ് ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ആണ് കേട്ടോ. ഇതാ ഇങ്ങനെ എല്ലാം സ്കേർട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒരുപോലെയാണ്. ഇതാണ് നെക്സ്റ്റ് വരുന്നത്. അടുത്തത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നു. ഓറഞ്ച് അല്ല, ഒരു യെല്ലോ ഷെയ്ഡ്, ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ റെഡും ബ്ലാക്കും എല്ലാം വരുന്നുണ്ട് ഇങ്ങനെ. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. ഇതാ ഇതുപോലെ. ഇത് സ്റ്റിച്ച് ചെയ്യണം. ഇത് മെറ്റീരിയൽ ആണ് കേട്ടോ, സ്റ്റിച്ചഡ് അല്ല. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ ഗ്രീൻ ഒരു ചിക്കു കളർ കോമ്പിനേഷനിലുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഷെയ്ഡാണ്. എല്ലാത്തിനും പേര് എഴുതിക്കുന്ന സ്കേർട്ട് സെയിം തന്നെയാണ്. ബ്ലൗസ് പീസിന്റെ ആ ഒരു കളർ ഷെയ്ഡിലാണ് വ്യത്യാസം വരുന്നുള്ളൂ. പ്രൈസ് വരുന്നത് 570 മാത്രമാണ് കേട്ടോ. നമുക്ക് അടുത്തത് നെക്സ്റ്റ് നമ്മൾ കാണുന്നതും സ്കേർട്ട് ആൻഡ് ടോപ്പ് തന്നെയാണ് കേട്ടോ. ഇതൊരു ടിഷ്യൂലാണ് വരുന്നത്. ടിഷ്യൂവിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, പ്ലസ് ഇതിനകത്ത് പ്രിന്റുകളും വരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ടോപ്പ് കാണാം. ടോപ്പ് ഇതുപോലെയാണ് വരുന്നത്. നെക്ക് ലൈനിൽ നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ഒരു ഒരു ബീഡ് വർക്ക് വരുന്നുണ്ട്.
അതിൻ്റെ താഴേക്കായിട്ട് വീണ്ടും മിറർ വർക്ക്സ് സീക്വൻസ് ആണ് വരുന്നത്. മിറർ വർക്ക് ഇങ്ങനെ കൊടുക്കുന്നു. അതിൻ്റെ ഔട്ട്ലൈൻ ആയിട്ട് ഒരു റെഡ് ഷെയ്ഡാണ് യൂസ് ചെയ്തേക്കുന്നത്. വീണ്ടും ഇതുപോലെ കട്ട് ബീഡ്സ് കൊടുത്തിട്ട് അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ നെക്ക് ലൈനിൽ ആ ഒരു വർക്ക് വരുന്നുണ്ട്. ദെൻ സ്കാറ്റേഡ് ആയിട്ട് വീണ്ടും ആ ഒരു സീക്വൻസിൻ്റെ വർക്ക് താഴേക്ക് വരുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു മയിൽപീലിയുടെ ഒക്കെ ഒരു പാറ്റേൺ ഒരു പ്രിന്റുകളാണ് പോകുന്നത് കേട്ടോ. മയിൽപീലി ഓടക്കുഴലും എല്ലാം വന്നിട്ട് നല്ല പ്രിന്റുകളാണ് പോകുന്നത്. ഇതുപോലെ ഒരു ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട്. ചെറിയൊരു സ്ലിറ്റ് ഇതുപോലെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് സ്റ്റിച്ചഡ് ആയിട്ടുള്ള ടോപ്പ് തന്നെയാണ് കേട്ടോ. റെഡിമെയ്ഡ് ആണ്, സ്റ്റിച്ചഡ് ആണ്. ഇതിന്റെ സൈസ് സ്മോൾ ആണ് വരുന്നത്. അതുപോലെ തന്നെ സ്കേർട്ടും സ്റ്റിച്ചഡ് തന്നെയാണ്. നമുക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് സൈസ് ഇതിന്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ടോപ്പിന്റെ ഇതിന്റെ സ്ലീവിന്റെ കാര്യം പറഞ്ഞില്ല. സ്ലീവ് ഇതുപോലെയാണ് വരുന്നത്. ചെറിയൊരു പഫ് സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ബോർഡറിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രിന്റിങ്ങിന് ബോർഡറിൽ വരുന്നുണ്ട്. ടോപ്പിൽ ബോഡി വിത്ത് ലൈനിങ് ആണ് വരുന്നത്. സ്ലീവിലേക്ക് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിലുമാണ് വരുന്നത്. സ്കേർട്ട് വരുന്നത് ഇതുപോലെയാണ്. സ്കേർട്ടിന്റെ ടിഷ്യൂ തന്നെയാണ് ഫാബ്രിക് വരുന്നത്. സ്കേർട്ടിന്റെ ഇതുപോലെ ആ ഒരു ബോർഡർ വരുന്നുണ്ട്. പ്ലസ് ഇതുപോലെ ആ ഒരു മയിൽപീലിയുടെ ഓടക്കുഴലിന്റെയും കൂടെ ആ ഒരു പ്രിന്റുകൾ ഇതുപോലെ സൈഡ് ബോർഡർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പ്രൈസ് വരുന്നത് 1640 ആണ് വരുന്നത്. നമുക്ക് വേറൊരു പാറ്റേണും കൂടെ വരുന്നുണ്ട്, നോക്കാം. നെക്സ്റ്റ് കണ്ടത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ സെയിം പാറ്റേൺ തന്നെയാണ്. ആ ഒരു പ്രിന്റിൽ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. നെക്ക് ലൈനിലെല്ലാം ആ ഒരു സെയിം കളർ കോമ്പിനേഷനും വർക്കുകളും തന്നെയാണ് വരുന്നത്. നല്ല അത്യാവശ്യം ഹെവി ആയിട്ടൊരു വർക്ക് അവിടെ വരുന്നുണ്ട്. ഇതിനകത്ത് പ്രിന്റ് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ട് എല്ലാത്തിലും ആ ഒരു ട്രഡീഷണൽ പ്രിന്റുകളാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ആ ഒരു കഥകളിയുടെ ആ ഒരു പ്രിന്റാണ് ഇതിനകത്ത് വരുന്നത്. ഇതുപോലെ എൻഡിൽ ആ ഒരു ബോർഡർ വരുന്നുണ്ട്. ബോഡി വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലുമാണ് വരുന്നത്. ഇതാണ് സ്ലീവ് വരുന്നത് കേട്ടോ. ചെറിയൊരു പഫ് സ്ലീവ് ആയിട്ടാണ് വരുന്നത്. സ്കേർട്ട് വരുന്നത് ഇതെല്ലാം റെഡി ടു സ്റ്റിച്ച് ആണ്, റെഡിമെയ്ഡ് ആണ് കേട്ടോ. ബ്ലൗസ് സ്റ്റിച്ചഡ് ആണ്, സ്കേർട്ടും സ്റ്റിച്ചഡ് തന്നെയാണ്. സ്കേർട്ടിന്റെ ഇത് വരുന്നത് ഇതാണ്. സ്കേർട്ടിൽ വരുന്ന ബോർഡർ ഇതുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കര ബോർഡർ വരുന്നുണ്ട്. പ്ലസ് ഇതുപോലെ വലിയ ബോർഡറും വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നു. അത്യാവശ്യം നല്ല ഫ്ലെയർ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. സ്കേർട്ടിന് നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയും പ്രൈസ് ഇതിന്റെയും സെയിം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം വരുന്നത്. നമ്മുടെ ധാവണി സെറ്റിന്റെയും സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ എല്ലാം കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.